Hello friends, welcome to Investing Right. I am Tenny. Credit cards വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കോസ്റ്റിനെ എങ്ങനെ വളരെയധികം ഓർഗനൈസ്ഡ് ആക്കാം, എങ്ങനെ അത് വളരെ പ്ലാൻ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഉള്ള ഡൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. എല്ലാം ഒരു ഇമ്പൾസ് പർച്ചേസിന് വേണ്ടി പോകരുത്. ഒരു ക്രെഡിറ്റ് കാർഡ് കയ്യിലിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മളൊരു ഇമ്പൾസ് പർച്ചേസിന് പോകുന്നവരാണെങ്കിൽ അതെനിക്ക് തടയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ തന്നെ കുറച്ച് ഡിസിപ്ലിൻഡ്, നമ്മൾ തന്നെ ഒരു കൺട്രോൾ വേണം. അങ്ങനെ ആകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് എടുക്കാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ നമ്മൾ അതിന്റെ പേയ്മെന്റ്സ് എല്ലാം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം സ്പെൻഡിങ്സ് എല്ലാം ക്രെഡിറ്റ് കാർഡ് വഴി തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നു. 40, 50, 55 ദിവസമോ നമുക്കത് കിട്ടും. നമ്മളൊരു പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് വയ്യാൽ തന്നെ വലിയ പെനാൽറ്റി എല്ലാം വാങ്ങുന്ന ഇതേ ബാങ്കുകൾ, ഇതേ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് നമുക്ക് 55 ഡേയ്സ് തരുന്നു നമുക്കത് പേ ചെയ്യാനായിട്ട്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഡ്യൂ ഡേറ്റ് 4th of every month ആണെന്നുണ്ടെങ്കിൽ ആ 5 മുതലുള്ള പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് വെക്കുക എല്ലാ സ്പെൻഡിങ്ങുകളും മാക്സിമം. അപ്പൊ നമ്മളത് ആ ഡേറ്റ് കഴിഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ എല്ലാ സ്പെൻഡിങ്സും പിന്നത്തെ 5 ദിവസത്തേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് 50 ഡേയ്സ് കിട്ടുകയാണ് സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു 2 ലക്ഷം 3 ലക്ഷത്തിന്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റുകളുള്ള കാർഡുകൾ ഇപ്പോൾ വളരെ സുലഭമാണ്. അപ്പൊ അതിൽ നമ്മളൊരു 1.5 ലാഖിന്റെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ എക്സ്പെൻഡിച്ചർ, ആ വീട്ടിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും അതിൽ തന്നെ കവർ ചെയ്ത് ഒരു 1 ലാഖ് എങ്കിലും സ്പെൻഡിങ്സ് ആയി നടത്തുകയാണെങ്കിൽ ആ 1 ലാഖിന് നമുക്ക് ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെ നമുക്ക് ഫുൾ ടൈം കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ ആ 1 ലാഖിന് കിട്ടുന്നതിന്റെ അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 1,000 rupees പെർ മന്ത് വിച്ച് കംസ് ടു 12,000 rupees പെർ ആനം സേവിംഗ് ആണ് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നത്. ഓൺ ടൈമിൽ പേ ചെയ്യുക, ലേറ്റ് പേയ്മെന്റ് ഫീസ് ഒരിക്കലും വെക്കാതിരിക്കുക, ഫ്രീ ബാലൻസ് ട്രാൻസ്ഫേഴ്സ്, ചില ബാങ്കുകൾ ചില ഫ്രീ ബാലൻസ് ട്രാൻസ്ഫേഴ്സ് അലൗ ചെയ്യും. അപ്പൊ നമ്മൾ 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ബാലൻസ് ട്രാൻസ്ഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാലൻസിനെടുത്ത് ഇതിലേക്ക് ഇടുക. അങ്ങനെ ചെയ്യുമ്പോഴും ഓർക്കുക, ഫ്രീ ബാലൻസ് നമുക്ക് 1 ലാഖിന്റെ ഒരു ക്രെഡിറ്റ് ഒരു കമ്പനിയിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്ത് നമുക്ക് ബില്ല് പേ ചെയ്യാനുണ്ടെങ്കിൽ വേറൊരു കാർഡിലേക്ക് നമ്മൾ ആ ബാലൻസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ട്രാൻസ്ഫർ അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ചെയ്യുക അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതിനെല്ലാ മാസവും ഒരു 5% അതിന്റെ പേ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പേ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കമ്പനി പറയുന്നത് 3 മാസത്തേക്ക് ഞങ്ങൾക്ക് ഫ്രീ ഇതാണ്, ഇൻട്രസ്റ്റ് ഒന്നും തരില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ 1 ലാഖിന് ഇപ്പുറത്തേക്ക് ഇടാം. അതിനുശേഷം ഇത് 5% കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ ആദ്യത്തെ കാർഡിലേക്ക് വേണമെങ്കിൽ ഇടാം. അങ്ങനെ ചെയ്ത് തന്നെ ഒരു ക്യാഷ് ക്രഞ്ച് ഉള്ളവർക്ക് അതിനെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിന് നേരെ വിപരീതമാണ് ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നും മറ്റോ പോയിട്ട് ലോൺ എടുക്കുന്നത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അത് കാരണം ഇങ്ങനെയുള്ള ഫ്രീ ബാലൻസ് ട്രാൻസ്ഫർ വഴി തന്നെ ഒരു ലോൺ എടുക്കാതെ, പേഴ്സണൽ ലോൺ എല്ലാം എടുക്കാതെ നമുക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ടേക്കിംഗ് ഫിനാൻസ് ഫ്രം ഔട്ട്സൈഡ്. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് എല്ലാവർക്കും വളരെയധികം ക്യാഷ് ബാക്സും ഇതെല്ലാം ഇപ്പോഴുണ്ട്. അപ്പോൾ അതിനൊരു മിനിമം സ്പെൻഡ് ഉണ്ടാവണം. അപ്പോൾ ഒരു ഫാഷൻ സെയിൽ ആണെങ്കിൽ അതിൽ 3,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ക്യാഷ് ബാക്ക്. അതെല്ലാം യൂസ് ചെയ്യാൻ നോക്കുക. ഇതിന് പകരം നമ്മൾ 2,500, ഇപ്പൊ 3,000 മിനിമം സ്പെൻഡ് ചെയ്താലാണ് ഒരു ക്യാഷ് ബാക്ക്. 2,500 അത്രയും മതി എന്ന് വെച്ചിട്ട് നമ്മൾ 3,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു 500 നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള പോലെയാണ് ബാക്കിയുള്ള 500 rupeesന്. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഒരിക്കലും ചെയ്തുകൂടാത്തത് ഓവർ സ്പെൻഡ് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ കാർഡുണ്ട്, എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അതിന് സ്പ്ലർജ് ഇൻ ലക്ഷറി ചെയ്യരുത്. അങ്ങനെ ചെയ്യില്ല എന്നുള്ളവർ മാത്രമേ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അത് മാറ്റി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. ഡ്യൂ ഡേറ്റ് മിസ് ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരിക്കലും, അൺലെസ് ഇറ്റ്സ് എ വെരി റിയൽ എമർജൻസി, ക്രെഡിറ്റ് കാർഡ് വെച്ച് ഒരിക്കലും നമ്മൾ മണി വിഡ്രോ ചെയ്യരുത്. കാരണം അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. 2% ഇൻട്രസ്റ്റ് റേറ്റ്, 2.5, 3% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് പെർ മന്ത് ആയിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇറ്റ് കംസ് ടു 36%. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ ഉള്ള ലോൺ എടുക്കാതിരിക്കുക. ലോൺ എടുത്തു കഴിഞ്ഞാൽ അവസാനം ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു അതർ പേഴ്സണൽ ലോൺ. എല്ലാം അതും ആ കാറ്റഗറിയിൽ വരുന്നതാണ്. പേഴ്സണൽ ലോണിനേക്കാളും കൂടുതലാണ് ക്രെഡിറ്റ് കാർഡ് ലോൺസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനി നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കുന്നത് എന്നിട്ട് 55 ഡേയ്സ് ഫ്രീ ക്രെഡിറ്റ് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിച്ച്
അവരിൽ നിന്നും നമ്മുടെ ക്യാഷ് വിഡ്രോവൽ നടത്തുക, അതുപോലെ അവരിൽ നിന്ന് ലോൺ എടുക്കുക, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ മണി വിഡ്രോ ചെയ്യാതിരിക്കുക, അതുപോലെ ലോൺ എടുക്കാതിരിക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഇഫക്റ്റീവായിട്ട് ക്രെഡിറ്റ് കാർഡിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡിനെ പറ്റി കണ്ടു. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടാണ്. ഞാനത് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഇത്രയും ബെനിഫിറ്റ് ഉള്ള വേറൊരു കാർഡ് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് നമ്മൾ ഒരു കാണാം. ഒന്ന്, കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ. ഈ പാൻഡമിക് ടൈമിലെല്ലാം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അക്കൗണ്ടിങ്ങിന് വളരെയധികം യൂസ് ആവും. ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദ ഇയർ നമുക്ക് അവരുടെ ഫുൾ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണ് ഗ്രോസറി വാങ്ങിക്കാൻ സ്പെൻഡ് ചെയ്തത്, ലൈഫ് സ്റ്റൈൽ സാധനങ്ങൾ വാങ്ങിക്കാൻ എത്രയാണ് സ്പെൻഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഏത് സെക്ഷനിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയർ എൻഡിൽ നമുക്ക് ഏതിലാണ് കൂടുതലായി ചെലവഴിക്കുന്നത് അതിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ഒരു എമർജൻസിയിൽ പെട്ടെന്ന് നമുക്ക് കാശിന് ആവശ്യമുള്ളപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് കാശ് വിഡ്രോ ചെയ്യാൻ പറ്റും. മിക്ക കാർഡുകൾക്കും ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ചിലതിൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് മാത്രമായിരിക്കും. അത് ശ്രദ്ധിക്കണം. അത് ഉള്ളത് കൊണ്ട് മറ്റ് ഇൻഷുറൻസ് വേണ്ടെന്ന് വിചാരിക്കരുത്. അത് ശരിയായിട്ടുള്ള ഇൻഷുറൻസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബാക്കിയുള്ളത് മാത്രം നമ്മൾ ബാക്കി പ്രീമിയം അടച്ചെടുത്താൽ മതിയാവും. മിക്ക ഇൻഷുറൻസ് കമ്പനികൾക്കും ക്യാഷ് ബാക്സ് ഉണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പല എമൗണ്ടും ക്യാഷ് ബാക്കായി തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ആ ഒരു കാര്യം കൂടി ബെനിഫിറ്റായി നമുക്ക് ക്രെഡിറ്റ് കാർഡ്സിലുണ്ട്. നമ്മുടെ സിബിൽ സ്കോർ എൻഹാൻസ് ചെയ്യുന്നതിന് വളരെ സഹായിക്കും. നമ്മൾ പിന്നീട് ഒരു ഹോം ലോൺ എടുക്കുമ്പോഴോ മറ്റോ ഒരു എൻഹാൻസ്ഡ് എമൗണ്ട് എടുക്കുന്നതിന് നമ്മളുടെ സിബിൽ സ്കോർ നല്ലതാണ്. അപ്പൊ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമ്മളതിന് കൃത്യമായി ഡ്യൂ ഡേറ്റിന് മുമ്പായി അതിന് പേ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു 6 വർഷമായി അടയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കൂടാനും പിന്നീട് നമ്മളൊരു ഹോം ലോണിനോ കാർ ലോണിനോ മറ്റോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പണമെല്ലാം കൃത്യമായി അടയ്ക്കുന്നവരാണ്. എന്നിരുന്നാൽ തന്നെ ഒരു എൻഹാൻസ്ഡ് ലോൺ നമ്മുടെ ലിമിറ്റിൽ ഒരു ഇത്തിരി കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് എന്നെല്ലാം ലഭിക്കുന്നതിന് ഒരു നല്ല കസ്റ്റമർ എന്നുള്ള ഒരു പേര് കിട്ടുന്നതിനുള്ള സിബിൽ സ്കോർ റേറ്റിംഗ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് വെച്ച് വഴി തന്നെ കിട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് നിങ്ങൾ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.